കോഴിക്കോട് ചികിത്സയിലുള്ള 14-കാരന് നിപ്പ സ്ഥിരീകരിച്ചു. പൂനെ ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലവും പോസിറ്റീവ്. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിക്കാണ് രോഗം. ആനക്കയം, പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കേസ് പോസിറ്റീവാണ് എന്നുള്ളത് NIV പൂനെയും സ്ഥിരീകരിച്ചു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ 214ഓളം കോണ്ടാക്ട്സ് ആണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ 60ഓളം ഹൈ റിസ്ക് കാറ്റഗറി കോണ്ടാക്ട്സ് ആണ് ഉള്ളത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 30 റൂമുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ക്രമീകരിച്ചിട്ടുണ്ട്. ആനക്കയം, പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമായും വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം. ഏതെങ്കിലും ചടങ്ങുകൾ മുൻകൂറായി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ആണ് ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടത്. കൂടുതൽ വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നു. സോണൽ, സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. തുടർ നിയന്ത്രണങ്ങൾ എപ്രകാരമാണ് ജില്ലയിൽ? സോണലിലേക്ക് എത്താം. കോഴിക്കോട് ചികിത്സയിലുള്ള 14-കാരന് നിപ്പ സ്ഥിരീകരിച്ചു. പൂനെ ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലവും പോസിറ്റീവാണ്. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിക്കാണ് രോഗം. ആനക്കയം, പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കുട്ടി ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. കേരളത്തിനകത്തുള്ള ടെസ്റ്റിൽ ആദ്യം തന്നെ നിപ്പ സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകാൻ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഫലം കൂടി അനിവാര്യമായിരുന്നു. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഫലവും പോസിറ്റീവായ സ്ഥിതിക്ക് സംസ്ഥാനം നിപ്പ ആശങ്കയിലേക്ക് നീങ്ങുകയാണ്. കോൺടാക്ട് ലിസ്റ്റിലുള്ളവർ അടക്കം ഇനി നിയന്ത്രണങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളിൽ തന്നെയാണ് ആരോഗ്യവകുപ്പും മുന്നോട്ട് പോകുന്നത്. സോണൽ, നിപ്പ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. തുടർ നീക്കങ്ങൾ എപ്രകാരമായിരിക്കും ആരോഗ്യവകുപ്പിന്റെ? സംസ്ഥാനത്ത് വീണ്ടും നിപ്പ ഭീതി പടരുകയാണ്. കോഴിക്കോട് ചികിത്സയിലുള്ള 14-കാരനാണ് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിക്കാണ് രോഗം. ആനക്കയം, പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ രോഗലക്ഷണങ്ങൾ കണ്ടത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. സോണൽ കൃഷ്ണ ചേരുന്നു. സോണൽ, വിവരങ്ങൾ. രോഹിണി, പ്രധാനമായി ഈ 14 വയസ്സുകാരന് നിപ്പ സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. ഈ കുട്ടിയുടെ റൂട്ട് മാപ്പ് ഉൾപ്പെടെ അല്പസമയത്തിനകം തന്നെ പുറത്തുവിടും എന്നാണ് ആരോഗ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ കുട്ടി ഈ പനി ബാധിച്ച ആശുപത്രിയിലെത്തിയ വിവരങ്ങളെല്ലാം തന്നെ ആരോഗ്യമന്ത്രി പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ജൂലൈ 10-നാണ് ഈ കുട്ടി ഈ പാണ്ടിക്കാട് സ്വദേശിയായിട്ടുള്ള 14-കാരന് പനി ബാധിച്ച് ചികിത്സയിലാകുന്നത്. ജൂലൈ 12 പാണ്ടിക്കാട്ടെ ഒരു സ്വകാര്യ ക്ലിനിക്കിലേക്ക് ഈ കുട്ടി ചികിത്സ തേടി എത്തുന്നു. അതിനുശേഷം ജൂലൈ 13-ന് പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം 15-ാം തീയതിയാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നത്. പക്ഷേ അവിടെ നിന്ന് പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവിടെ നിന്നാണ് ഈ സംശയം, അതായത് ഈ നിപ്പയാണോ എന്നുള്ളൊരു സംശയമുണ്ടാകുന്നത്. അതിനുശേഷം പൂനെയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ശ്രമം അയക്കുന്നു. അതിന്റെ റിസൾട്ട് 20-ാം തീയതിയായ ഇന്ന് വൈകിട്ട് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ റിസൾട്ട് പോസിറ്റീവ് ആവുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. എന്തായാലും ഈ പോസിറ്റീവായ ഉടൻ തന്നെ വേണ്ട സജ്ജീകരണങ്ങളെല്ലാം തന്നെ ആരോഗ്യ വകുപ്പ് മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത്തരം ഒരു സംശയം ആദ്യഘട്ടത്തിൽ രൂപപ്പെട്ടത് മുതൽ തന്നെ കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കാൻ മലപ്പുറം ജില്ലയിൽ ആരോഗ്യ വകുപ്പിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രി ഉൾപ്പെടെ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചാണ് ഒരുക്കിയിട്ടുള്ളത്. അതായത്
30ഓളം റൂമുകൾ ഇതുമായി ബന്ധപ്പെട്ട ഓരോ, അതായത് ഈ കുട്ടിയുമായി അടുത്ത ബന്ധമുള്ള അല്ലെങ്കിൽ അടുത്ത് പെരുമാറിയിട്ടുള്ള ആളുകളെ പ്രത്യേകമായി കേന്ദ്രീകരിച്ചാണ് ഇനിയുള്ള നിരീക്ഷണം പോവുക. അതിൽ 214 പേർ നിലവിൽ നിരീക്ഷണത്തിലുണ്ട്. അതിൽ 60 പേരാണ് ഹൈ റിസ്കിൽ വരുന്നത്. ഇവരെ കൃത്യമായി ഓരോ റൂമുകളിലാക്കിയിട്ടാണ് നിരീക്ഷിക്കുക, ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ ഒരു നീക്കം. അതിൽ 6 ബെഡ് അടങ്ങിയിട്ടുള്ള ഒരു ICUയും കൃത്യമായിട്ട് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ 2 പഞ്ചായത്ത്, അതായത് ഈ കുട്ടിയുടെ വീടുള്ള പാണ്ടിക്കാട് പഞ്ചായത്തും സമീപത്തുള്ള സ്കൂൾ ഉൾപ്പെടെയുള്ള ആനക്കയം പഞ്ചായത്തിലും കൃത്യമായിട്ട് ഒരു കർശന നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി നിർദ്ദേശമുണ്ട്. അതായത് ഈ 2 പഞ്ചായത്തുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാളെ ഞായറാഴ്ച ആണെങ്കിൽ കൂടി മദ്രസ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലും അത്തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മറ്റോ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിർദ്ദേശം. അതുപോലെ തന്നെ 10 മണി മുതൽ 5 മണി വരെ മാത്രമേ കടകളും മറ്റും പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നിർദ്ദേശം കൂടിയുണ്ട്. തിയേറ്ററുകൾ ഉൾപ്പെടെ തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള ഒരു കർശനമായ നിർദ്ദേശമാണ് ഈ 2 പഞ്ചായത്തുകളിൽ നൽകിയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ കല്യാണം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് വളരെ പരിമിതമായ ആളുകൾ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷേ ഗതാഗത മാർഗങ്ങളൊന്നും തന്നെ തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഇതിനോടകം ഈ ആരോഗ്യവകുപ്പ് അതുപോലെ തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഗതാഗത തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷെ മാധ്യമ പ്രവർത്തകർക്ക് ഉൾപ്പെടെ ഈ കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അങ്ങോട്ടേക്ക് ആരും ചെല്ലാൻ, അതായത് ഈ പരിസര പ്രദേശത്തേക്ക് 2 പഞ്ചായത്തുകളിലേക്ക് അധികം ആരും എത്താൻ പാടില്ല. അതുപോലെ തന്നെ പുറത്തിറങ്ങുന്ന കാര്യത്തിലും ഒരു ക്രമീകരണം പാലിക്കണമെന്നുള്ള കൃത്യമായ നിർദ്ദേശമുണ്ട്. അതുപോലെ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ എല്ലാവരും മാസ്ക് ധരിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ എന്തായാലും നിപ്പ ഭീതിയിൽ ആശങ്ക നിഴലിക്കുന്നുണ്ട്. ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത്തരമൊരു ഘട്ടത്തിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. കാരണം അതാണ് ഇനി അറിയേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട, അതായത് കുട്ടിക്ക് എവിടെ നിന്നാണ് ഈ രോഗം പിടിപെട്ടത് എന്നുമായി ബന്ധപ്പെട്ട നിരവധി ഊഹങ്ങൾ ഉണ്ടെങ്കിലും പക്ഷെ അതൊന്നും സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്ന് എത്തിയിട്ടില്ല. ആരോഗ്യവകുപ്പ് അതിനുവേണ്ട പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. കാരണം ഉറവിടം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച് അടുത്ത ഒരു നീക്കം ഉണ്ടാവുക. അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ഇന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. കാരണം ഈ അടുത്ത, അതായത് കുട്ടിയുമായി അടുത്ത് പെരുമാറിയിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത് ബന്ധപ്പെട്ട ആളുകളെ എല്ലാം തന്നെ കൃത്യമായി നിരീക്ഷിച്ചു വരുന്നുണ്ട്. അതാണ് അതിൽപ്പെട്ട ആളുകളാണ് ഈ 214 പേർ. അതായത് കുട്ടിയുടെ സ്കൂളിൽ പഠിക്കുന്നവർ, കുട്ടിയുടെ ഒപ്പം ബസ്സിൽ സഞ്ചരിച്ചവർ, അതുപോലെ തന്നെ കുട്ടിയുടെ ട്യൂഷൻ ക്ലാസ്സിലുള്ളവർ, അതിൽ അടുത്ത ബെഞ്ചിൽ ഒരുമിച്ചിരുന്നവർ എല്ലാം തന്നെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ നിരീക്ഷണത്തിലാണ്. അതിൽ 60 പേരാണ് കൃത്യമായി പറഞ്ഞാൽ ഹൈ റിസ്ക് വിഭാഗത്തിൽ പെടുന്നത്. ഇവരെ കൃത്യമായി നിരീക്ഷിച്ചു വരുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രോഹിണി, ശരി. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.